ഇപ്പോൾ നിങ്ങളിത് സംബന്ധിച്ച് മാരിടൈം ബോർഡിൻ്റെ ചെയർമാനും അതിൻ്റെ കമ്മിറ്റി അംഗങ്ങളും അതോടൊപ്പം തന്നെ ബഹുമാനായ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തന്നെ കോഴിക്കോട് വെച്ച് ഞങ്ങളൊരു യോഗം ചേർന്നിരുന്നു. ആ യോഗം പൊതുവായി ചില തീരുമാനങ്ങൾ ഞങ്ങൾ എടുത്തു. അതിനുശേഷമാണ് ഇപ്പോൾ തുറമുഖത്ത് വന്ന് നേരിട്ട് ഇത് കാണാൻ വേണ്ടി ഞങ്ങളെല്ലാം കൂടി എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ പ്രധാനമായി ബേപ്പൂർ തുറമുഖത്തിൻ്റെ പ്രശ്നം നമുക്ക് ഡ്രഡ്ജിങ് നടക്കണം. മുമ്പ് ഡ്രഡ്ജിങ്ങിന് തീരുമാനിച്ചിരുന്നെങ്കിലും അത് വേണ്ടത്ര രൂപത്തിലുള്ള പരിസ്ഥിതി ആഘാത പഠനം നടത്താതെയാണ് ആ ഡ്രഡ്ജിങ് തുടങ്ങിവെച്ചത്. അതുകൊണ്ട് തന്നെ തുടങ്ങിവെച്ച ഡ്രഡ്ജിങ് നിർത്തിവെക്കേണ്ടി വന്നു. അതിനുശേഷം പരിസ്ഥിതി ആഘാതി പഠനത്തിലേക്ക് വരാൻ ഇടവന്നത് അവർ ഡ്രഡ്ജ് ചെയ്തു വന്നപ്പോൾ അടി മുഴുവൻ പാറയാണെന്ന് കണ്ടു. അപ്പോൾ സ്വാഭാവികമായി അത് സംബന്ധിച്ചൊരു പഠനം നടത്തി അതിൻ്റെ റിപ്പോർട്ട് വെച്ചുകൊണ്ട് മാത്രമേ തുടർ ഡ്രഡ്ജിങ് നടത്താൻ പറ്റൂ. അതിനുവേണ്ടി കൃത്യമായി ഡൽഹി കേന്ദ്രീകരിച്ചുള്ള ന്യൂസിനെ ചുമതലപ്പെടുത്തി അവരിപ്പോൾ അതിൻ്റെ ആഘാത പഠനം നടത്തി 6 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ആ റിപ്പോർട്ട് കിട്ടിയ ഉടൻ തന്നെ കൊട്ടേഷൻ വിളിച്ച് നമുക്ക് ആദ്യഘട്ടങ്ങളിൽ ഒരു 7 മീറ്റർ വരെയെങ്കിലുമുള്ള ആഴം കിട്ടത്തക്ക രൂപത്തിലുള്ള ഡ്രഡ്ജിങ്ങും അതിൻ്റെ അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് 10 മീറ്റർ ആഴമെങ്കിലും കിട്ടത്തക്ക രൂപത്തിലേക്കും വരത്തക്ക രൂപത്തിലാണ് ഇപ്പോൾ മാരിടൈം ബോർഡ് ആലോചിച്ചിട്ടുള്ളത്. അതിന് സംബന്ധിച്ച് തീരുമാനം എടുത്തു കഴിഞ്ഞു. അപ്പോൾ 1 വർഷം വേണമെന്ന് പറഞ്ഞുകൊടുത്ത് അവരുമായി നമ്മൾ നെഗോഷിയേറ്റ് ചെയ്തപ്പോൾ 6 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് തരാമെന്ന് അവർ സമ്മതിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഏജൻസി. അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ കാര്യത്തിൽ കൃത്യമായ നടപടി ഉണ്ടാവും. അതോടുകൂടി ബേപ്പൂർ തുറമുഖത്തിൻ്റെ മോശമായി മാറി അതിൻ്റെ ആഴം ആദ്യഘട്ടത്തിൽ 1-ാം ഘട്ടം 6-7 മീറ്ററിലേക്കും പിന്നീട് 10 മീറ്ററിലേക്കും എത്തിക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ ഉണ്ടാകും. ഇതാണ് ഞങ്ങൾ പൊതുവായി ഇന്ന് ചർച്ചയെടുത്ത സുപ്രധാനമായ തീരുമാനങ്ങളൊന്ന്. ഇത് മോണിറ്റർ ചെയ്യാനുള്ള ഒരു സംവിധാനവും ഇപ്പോൾ ഞങ്ങൾ ക്രമീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സ്ഥല MLA കൂടിയായ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഇക്കാര്യത്തിൽ പ്രത്യേക താല്പര്യം എടുത്തുകൊണ്ട് അദ്ദേഹം നിരന്തരമായി ഇതിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത് ഞങ്ങൾ പൊതുവായി എടുത്ത ഒരു തീരുമാനമാണ് സിൽക്കുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അവരുടെ കൈവശം ഇരിക്കുന്ന ഭൂമി യഥാർത്ഥത്തിൽ പോർട്ടിന് അവകാശപ്പെട്ടതാണ്. അതൊരു പൊതുമേഖലാ സ്ഥാപനമായതുകൊണ്ട് അതിൻ്റെ ചുമതലയുള്ള ബഹുമാനായ വ്യവസായ വകുപ്പ് മന്ത്രിയുമായി ചർച്ച ചെയ്ത് ആ ഭൂമി തിരിച്ചു വാങ്ങിക്കൊണ്ട് അവിടെ ഈ പോർട്ടിൻ്റെ വികസനം ഉൾപ്പെടെ നടത്താൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഉണ്ടാക്കാനും ഇന്നത്തെ യോഗം ഞങ്ങൾ തീരുമാനിക്കുകയുണ്ടായി. അതുകൊണ്ട് ഈ കാര്യത്തിൽ ബേപ്പൂർ തുറമുഖത്തിൻ്റെ ഭാവി വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഞങ്ങൾ ത്വരിതഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. അതിലെല്ലാവരുടെയും സഹായവും സഹകരണവും സാന്നിധ്യവും പങ്കാളിത്തവും എല്ലാം ഉണ്ടാകണമെന്നാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കാം. ഒരു മാസ്റ്റർ പ്ലാനൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇതിൻ്റെ തുറമുഖ വികസനവുമായി ബന്ധപ്പെട്ട്, അതിലെന്തെങ്കിലും ഇല്ല. ആ കാര്യത്തെ സംബന്ധിച്ചുള്ള ഇപ്പം ആ മാസ്റ്റർ പ്ലാൻ വെച്ചുകൊണ്ട് തന്നെയാണ് ഡ്രഡ്ജിങ്ങിലേക്ക് വരുന്നത്. ഡ്രഡ്ജിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വലിയ ഷിപ്പുകൾക്ക് വരാൻ കഴിയൂ. ഇപ്പോൾ നമുക്ക് വിഴിഞ്ഞത്താണെങ്കിൽ 20 മീറ്റർ ആഴമാണ്. അവിടെ MSCയുടെ ഏറ്റവും വലിയ നീളമുള്ള 400 മീറ്റർ നീളമുള്ള കപ്പലുകൾ വരെ വന്നിട്ട് 16.40 വരെ ആഴം മതിയായിരുന്നു. വീണ്ടും അവിടെ വീതിയാണ്. അപ്പോൾ അവിടെ പ്രകൃതിദത്തമായ ഒരു സൗകര്യവും ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് ആ തുറമുഖം അത്തരം രൂപത്തിലേക്ക് പോകാനിട വന്നത്. ഓരോ തുറമുഖത്തിൻ്റെയും സാധ്യതകൾ പഠനം നടത്തുമ്പോൾ 2 പ്രധാനപ്പെട്ട പഠനം നടത്തണം. ഒന്ന്, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പരിസ്ഥിതി ആഘാത പഠനം. രണ്ടാമത്തത് സാമൂഹ്യ ആഘാത പഠനം. ഇത്തരത്തിലുള്ള പഠനങ്ങൾ നടത്തിക്കൊണ്ടായിരിക്കണം ഏതൊരു വികസന പ്രവർത്തന രംഗത്തും നമ്മൾ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയും അത് സംബന്ധിച്ച് DPR തയ്യാറാക്കുകയും അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യേണ്ടത്. അപ്പോൾ അതിലിവിടെ വന്നിട്ടുള്ള ആദ്യത്തെ ഒരു ന്യൂനത, ആദ്യം ഡ്രഡ്ജ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ യഥാർത്ഥത്തിൽ പരിസ്ഥിതി ആഘാത പഠനം നടന്നിരുന്നില്ല എന്നുള്ളതാണ് ആ പോരായ്മ. അത് പരിഹരിക്കാനാണ് ഇപ്പോൾ തീരുമാനം എടുത്ത് അതിലേക്ക് പോകാൻ ഇടവന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള മാസ്റ്റർ പ്ലാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ആദ്യമായി ഡ്രഡ്ജിങ്, അതിന് ശേഷം പിന്നീട് തുറമുഖത്തിൻ്റെ മറ്റ് വികസന സാധ്യതകളെക്കുറിച്ചാണ് ഞങ്ങളിപ്പോൾ സംസാരിച്ച സിൽക്കിൻ്റെ സ്ഥലം ഇവിടുന്ന് കൊടുത്തത് തന്നെ തിരിച്ചു വാങ്ങിയിട്ട് അവിടെ വികസന സാധ്യത ഉറപ്പിച്ചു കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഈ കാര്യത്തിലെ ലക്ഷ്യം. അത് ഇന്നലെയാണൊരു മറുപടി വന്നിട്ടുള്ളത്. ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കേന്ദ്രത്തിൽ ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമന് കത്തയച്ചിരുന്നു. ആ കത്തയക്കാൻ കാരണം സെൻട്രലിലെ എംപവേർഡ് കമ്മിറ്റി എന്നുവെച്ചാൽ കേന്ദ്ര ധനമന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള എംപവേർഡ് കമ്മിറ്റി തന്നെ ശുപാർശ ചെയ്താണ് ആ ഫണ്ട് 817.80 കോടി രൂപ നമുക്ക് VGF ആയി തരണമെന്നുള്ളത്. ആ തരണമെന്നുള്ളതാണ് പിന്നീട് അതിൻ്റെ നിലപാട് മാറ്റി അത് ലോണാക്കി മാറ്റും എന്ന നിബന്ധന വന്നത്. അപ്പോൾ അത് വന്നപ്പോഴാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് കത്തയച്ചു. അത് ഗ്രാൻഡായി തന്നെ VGF ആയി തിരിച്ചടയ്ക്കേണ്ടാത്ത രൂപത്തിൽ വരണം. ആ തിരിച്ചടയ്ക്കേണ്ട ഇവർ ആ കരാറുണ്ടാക്കുമ്പം തന്നെ അതിനകത്ത് വെച്ചിരിക്കുന്ന വിചിത്രമായ 2 ക്ലോസ്. ഒന്ന്, 817.80 കോടി രൂപ ഇങ്ങോട്ട് തരുമ്പോൾ അത് കേന്ദ്ര ഗവൺമെൻറ്റും ബാങ്കും അദാനിയുമായി ബന്ധപ്പെട്ട് അങ്ങ് പോവുകയുള്ളൂ, നമുക്കൊന്നും അറിയില്ല. അതേസമയം തിരിച്ചടവ് സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും മാത്രമായിട്ടാണ് കരാർ.
അത് തിരിച്ചടയ്ക്കുമ്പോഴാകട്ടെ നമ്മളിപ്പോൾ കൊടുക്കേണ്ട പീരീഡ് എത്തുമ്പോഴേക്ക് 12,000 കോടി രൂപ വരും. ആ 12,000 കോടി രൂപയും നമ്മൾ അടയ്ക്കണം എന്ന രൂപത്തിലേക്കാണ് ആ പുതിയ നിബന്ധന വരുന്നത്. അതേസമയത്ത് തൂത്തുക്കുടി തുറമുഖത്തിന് 1,240 കോടി രൂപ കൊടുത്തപ്പോൾ ഈ ഒരു നിബന്ധനയില്ല, അത് കൃത്യമായി അവർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ വിവേചനാപരമായൊരു സമീപനം ഉണ്ട് എന്നുകൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് കത്തയച്ചു. ഇന്നലെ അതിൻ്റെ മറുപടി വരുമ്പോൾ ലോണായി തന്നെ പറ്റുള്ളൂ എന്നുള്ള രൂപത്തിലേക്ക് വന്നിരിക്കുന്നു എന്നാണ് അറിയുന്നത്. ഇനി തുടർന്ന കാര്യം ഞങ്ങളൊന്ന് ആലോചിച്ച് ക്യാബിനറ്റ് ആലോചിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ചതിന് ശേഷം അതിനകത്ത് കാര്യം ഇന്നലെ ഞാനിങ്ങനെ പോരുന്ന വഴിക്കാണ് ആ മെസ്സേജ് കിട്ടിയത്, ആ വിവരം അറിഞ്ഞത്. തുടർന്ന് ക്യാബിനറ്റ് ആലോചിച്ചതിന് ശേഷം ആ കാര്യത്തിൽ നിലപാട് പറഞ്ഞു. എന്തോ ഇല്ല, പദ്ധതി ഒരിക്കലും വിഷമമാണ്. കാരണം ഇപ്പം കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നാളെ രാവിലെ ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. നമ്മൾ തീരുമാനിച്ചതിന് ഡിസംബർ 3 കൊണ്ട് വിഴിഞ്ഞത്തിൻ്റെ പൂർണ്ണതയിലെത്തി കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഹാൻഡ് ഓവർ ചെയ്യുക എന്നാണ് തീരുമാനിച്ചിരുന്നത്. ഇന്ന് സായാഹ്നത്തോടു കൂടി അവർ ആ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് റെഡിയാക്കി നാളെ ഉച്ചയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ തയ്യാറാണെന്നുള്ള മെസ്സേജ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നാളെ അത് കൃത്യമായി മാറും. അതിന് ശേഷം കമ്മീഷൻ ചെയ്യുന്ന ഡേറ്റ് നമ്മുടെ ബോർഡ് കൂടി തീരുമാനിക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ആലോചിച്ചതിന് ശേഷം എപ്പോഴാണ് കമ്മീഷൻ ചെയ്ത് മറ്റു കാര്യങ്ങളെല്ലാം പറയാം. അതിന് ഏതെങ്കിലും തടസ്സങ്ങൾ മറ്റൊന്നുമില്ല. കാരണം അനുബന്ധ കരാർ കഴിഞ്ഞ ദിവസം ഒപ്പിട്ടല്ലോ. ആ ഒപ്പിട്ടതനുസരിച്ച് പുതിയ കരാറിൽ 2, 3, 4 ഫേസുകൾ നമുക്ക് 2028 പൂർത്തീകരിക്കുന്നതിന് സഹായിക്കുന്ന രൂപത്തിലുള്ള പുതിയ കരാർ ഒപ്പിട്ടു. 2039 മുതൽ മാത്രം റിട്ടേൺ ഉണ്ടായിരുന്നു, 2034 മുതൽ കിട്ടുന്ന സാഹചര്യം വന്നു. അതുപോലെ നമ്മുടെ BGFൻ്റെ എമൗണ്ടിൽ കുറവ് വന്നു. പല രൂപത്തിലുള്ള അനുകൂലമായ ഘടകങ്ങൾ ഇപ്പം നമ്മുടെ സപ്ലിമെൻ്ററി കരാറിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന ഗുണം കൂടി ആ സപ്ലിമെൻ്ററി കരാറിൽ വന്നിരിക്കുകയാണ്. ഓക്കെ.